ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിച്ചു. ചെറുപുഴ സോപാനം IT സൊല്യൂഷൻ ഉടമ ബിനോയുടെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന 2 ഇൻവെർട്ടർ ബാറ്ററികളിൽ ഒന്നാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ബാറ്ററിയുടെ മുകൾ വശത്തെ പ്ലാസ്റ്റിക് കവറുകളും ആസിഡും മുറിയാകെ തെറിച്ചു വീണു. ബിനോയുടെ കുട്ടികൾ ഈ മുറിയിലിരുന്നാണ് പഠിക്കുകയും എഴുതുകയും ചെയ്തിരുന്നത്. ആ സമയം കുട്ടികൾ അവിടെ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ലൂമിനസ് കമ്പനിയുടെ ബാറ്ററിയാണ് ഈ വിധത്തിൽ പൊട്ടിത്തെറിച്ചത്. ബിനോയ് കമ്പനി അധികൃതരെ വിവരം അറിയിച്ചു. ആദ്യമായിട്ടാണ് ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന സംഭവം ഉണ്ടാകുന്നതെന്നും ആസിഡും മറ്റും മുറിയാകെ വീണ് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടതായും ബിനോയ് പറഞ്ഞു. ഓടി വന്ന് എന്നോട് പറഞ്ഞു നമ്മുടെ ബാറ്ററി പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചുമ്മാ പറയുന്നതായിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തൊരു കാര്യമാണ് ഇൻവെർട്ടർ ബാറ്ററി പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്ന് നോക്കുമ്പം ബാറ്ററി മുഴുവൻ പൊട്ടിത്തെറിച്ച് അവിടെ മുഴുവൻ ആസിഡായി ആകെ അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ ഒരു പിള്ളേർ ഇവിടെ ഇല്ലാതെ, പിള്ളേർ വളരെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ പിള്ളേർ ഇവിടെ ഇല്ലാതിരുന്നത് വലിയൊരു മെച്ചമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. ഉണ്ടായിരുന്ന ആസിഡെല്ലാം പിള്ളേരുടെ മെത്ത് വീണേനായിരുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഭയങ്കരമായ ദുർഗന്ധവും ഭയങ്കര സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിടയ്ക്ക് തുറന്ന് ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കൃത്യമായി ഇത് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൂടാതെ ബ്രാൻഡഡ് ബാറ്ററി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു കാര്യം നടന്നേ പിന്നെ എനിക്കിപ്പോൾ പേടിയാണ്. എൻ്റെ ഓഫീസിലും ഇത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ മേത്തും ഇനി വേറെ വല്ല കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ മേത്തും, ഇനി അതുകൂടാതെ എനിക്കറിയാവുന്നിടത്തോളം പല ഓഫീസുകളിലും പല വീടുകളിലും ഇത് അവരുടെ സ്റ്റെയർകേസിൻ്റെ കീഴിലോ അല്ലെങ്കിൽ അവരുടെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ പലരും ഈ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നാൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങളിൽ, അപ്പോൾ ഈവൻ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ അന്ധത പോലും ബാധിക്കാവുന്ന രീതിയിലേക്ക് ഇത് പോകും. ഓക്കെ, അപ്പോൾ അതിനും ഇത് വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിനകത്തുനിന്ന് ഭയങ്കര ദുർഗന്ധവും ആസിഡ് ലീക്കിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് വീടിൻ്റെ പുറത്താക്കി വെച്ചിട്ട് ഇപ്പോഴത്തേക്കാണ് അതിൻ്റെ മണവുമെല്ലാം. ഒരു വീടിനകത്തെല്ലാം ഭയങ്കര മണമായിരുന്നു. ലക്കിലി ഇത് വീടിൻ്റെ പുറത്തൊരു ഓപ്പൺ ടെറസിൽ നല്ലൊരു സൗകര്യം ഉണ്ടാക്കി വളരെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഇത് ഇരുന്നത്. പിന്നെ കൂടാതെ ഇത് പൊങ്ങിത്തെറിക്കാതിരിക്കുന്ന മുകളിൽ പൊങ്ങിത്തെറിക്കാതെ ഒരുപാട് പൊങ്ങിത്തെറിക്കാതിരുന്നതിന് മുകളിൽ ഒരു ചെറിയ ഗ്ലാസിൻ്റെ പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം സൈഡിൽ കൂടെ നല്ലപോലെ വെന്റിലേഷൻ, ഫുൾ വെന്റിലേഷൻ അങ്ങനത്തെ ഒരു പ്രത്യേക ഫ്രെയിമിലായിരുന്നു വെച്ചിരുന്നത്. അതുകൂടാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ ഇങ്ങനൊരു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.